ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് രാത്രിയും വൈകിയും ബാങ്കിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാത്രിയും പകലും ബാങ്കിൽ പ്രതിഷേധിച്ചത്. നിക്ഷേപിച്ച തുകയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. എല്ലാം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ കൊല്ലാതെ വെച്ചാലും ഞങ്ങൾക്കൊരു പേയ്മെന്റ് തരാനില്ല. പിന്നെ ഇവിടെ നിലവിലാക്കിയ പണിക്കാർ എടുക്കുന്ന പണി തിരികെ ഫോൺ വിൽക്കാം, ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കാം. അങ്ങനെ അവർ പണിയെടുക്കാൻ അവർക്ക് അവരെ ശമ്പളം കൃത്യമായിട്ട് കിട്ടും. അവർ പറയുക കസ്റ്റമർ ഒന്ന് ഭയങ്കര പ്രശ്നമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ അക്കൗണ്ട്സ് ശരിയാക്കാൻ പറ്റില്ല. ഓൾറെഡി എന്താ പേര്? ജയകൃഷ്ണൻ. എത്രയും 3 വർഷം ഫിക്സഡാണ്. ഞങ്ങൾക്ക് എന്താ ഞങ്ങളിതിന്റെ ശമ്പളം വാങ്ങിക്കുന്നതിലേക്ക് മനസ്സിലായില്ലേ? പറയേണ്ട പറഞ്ഞു. അല്ല ഇരിക്കുന്നുണ്ടിരുന്നു ഫസ്റ്റ് പ്രൈവറ്റ് തരാന്ന് പറഞ്ഞു. അത് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നില്ല, ഒരു ലേഡിയാണ്. നമ്മളോട് പോറെന്ന് പറഞ്ഞു. ഒരു 6:45 നമ്മളോടൊന്നും പറയാണ്ട് ഒറ്റ ഓട്ടം. അപ്പം അവരല്ലേ അതിന് ഉത്തരം പറഞ്ഞല്ലേ. നമ്മൾ ഈ രാവിലെ മുതലേ ഇരിക്കുന്നതല്ലേ, അതിന് മറുപടി പറയാൻ ആളാണോ സെക്രട്ടറി? പകരം വന്ന സെക്രട്ടറിയാ? അല്ല, ഇവിടെയുള്ളത് തന്നെയാണ് ഇൻചാർജ്. മറ്റേ സെക്രട്ടറി മുങ്ങിയതിന് ശേഷം മുങ്ങിയെന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല മുങ്ങിയതാണോ അല്ല ഇവിടെ ഉള്ളതെന്ന് അറിയില്ല. പോറൊന്നും പറയാണ്ടാണ് പോയത്. നമ്മൾ വിളിച്ചു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇതുവരെ വന്നിട്ട് കാണില്ല. നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ 4-5 മാസത്തോളമായി ഒരാൾക്ക് രൂപകൾ കിട്ടിയിട്ടില്ല. 5 കോടി രൂപകളുടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരുപാട് പാവങ്ങളുണ്ട്. അപ്പോൾ പാവങ്ങളെ പൈസ ഇപ്പോൾ ഇവർ ലോണെന്ന പേരിൽ 18 കോടി രൂപയോളം ലോൺ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൈസ പിരിച്ച് കിട്ടിയാലേ നമ്മളെ ഈ പൈസ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് ഒരിക്കലും ഈ ലോൺ അടിച്ചിട്ട് ആ പൈസ കിട്ടാൻ സാധ്യതയില്ല. പരിഹരിക്കാമെന്ന് പറഞ്ഞിപ്പോൾ ഇതിന് മുന്നേ ഭാരവാഹികളുണ്ടായിരുന്നു. അവർ പരിഹരിക്കാമെന്ന് വെച്ചാൽ അവർ രാജിവെച്ച് പോയിട്ടുണ്ട്. പിന്നെ ഒരു 6 മാസത്തേക്ക് ഇപ്പോൾ വേറൊരു 3 ആൾ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട്. അവരും പറയുന്നത് ഏതായാലും 6 മാസത്തിന് നമ്മൾ പരിഹരിക്കാം. ഇവരെ ഒന്നും പരിഹരിക്കാമെന്ന് പറയുന്നല്ലാണ്ട് അതിന് വേറെ സംവിധാനം അവർ കണ്ടിട്ടില്ല. ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലുള്ളത് KR അബ്ദുൽ ഖാദർ കൺവീനറായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണ്. ബാങ്കിലെ മുൻ ഭരണസമിതിയുടെ നിയമങ്ങൾ ലംഘിച്ചുള്ള വായ്പാ തിരിമറികളാണ് ബാങ്കിനെ കടക്കണിയിൽ എത്തിച്ചിരിക്കുന്നതെന്നും കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരെയാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥരായി പഴയ ഭരണസമിതി തെരഞ്ഞെടുത്ത് ജോലി നൽകിയതെന്നും നിലവിലെ ബാങ്ക് ഭരണസമിതി കൺവീനർ വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ്, അതായത് ഭരണസമിതി രാജിവെച്ചതിന് ശേഷം വന്നതാണ് ഞങ്ങൾ. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാഫിൻ്റെ കുറച്ച് അതിൽ കാര്യമായ അശ്രദ്ധ ഉണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറിയാണ് വലിയ ഫണ്ട് തിരിമറി നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ഇതുവരെ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നുകൊണ്ടാണ് സെക്രട്ടറി ഇപ്പോൾ ഈ 2025 വന്ന് ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് ക്ലിയർ ആക്കാണ്ടാണ് മുങ്ങിയിരിക്കുന്നത്. കേസ് കൊടുത്തിട്ടുണ്ട് പഴയ ഭരണസമിതി, ആ കേസിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2025 ഉള്ളത് നമ്മളിപ്പോൾ ചാർജ് എടുക്കുന്നവരുള്ള കണക്ക് ഒന്ന് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാനേ പറ്റുമോ. എന്താ ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. കണക്ക് നമ്മളെ മുന്നിൽ ടേബിൾ എത്തണം. അപ്പോൾ 2 ദിവസം കൊണ്ട് ആ കണക്ക് ക്ലിയറായി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സ്റ്റാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സ്റ്റാഫാണ് നിലവിലുള്ളത്. എല്ലാം 10ാം ക്ലാസ്സാണ്. അതായത് ഇപ്പോൾ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഒരു വനിതയാണ്, അജിത എന്ന പേര്. അവർക്ക് പോലും SLC യോഗ്യത മാത്രമേ ഉള്ളൂ. ഒരു ബാങ്കിൽ മിനിമം BCom ഇല്ലാത്ത ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ SLCയും അതുപോലെ തന്നെ പഴയ ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാരല്ല. ഇവരെ മറയാക്കിയാണ് മുൻ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ ജനിക്കാത്ത ആളുകളുടെ പേരിൽ ഉൾപ്പെടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി തട്ടിച്ചിരിക്കുന്നതെന്നും നിലവിലെ ബാങ്ക് ഭരണസമിതി കൺവീനർ വ്യക്തമാക്കുന്നു. ബാങ്കിൽ എന്നും വായ്പയെടുത്ത് തിരിച്ചടക്കാത്തവർക്കെതിരെ റിക്കവറി ഉൾപ്പെടെ നടത്തി പണം തിരികെ പിടിക്കുമെന്നും തുടർന്ന് നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ മുഴുവനും കൊടുത്തു തീർക്കുമെന്നും കൺവീനർ നിക്ഷേപകർക്ക് ഉറപ്പു നൽകിയതോടെയാണ് ആളുകൾ ബാങ്കിൽ നിന്നും പിരിഞ്ഞുപോയത്. വരും ദിവസങ്ങളിൽ പഴയ ഭരണസമിതി നടത്തിയ എല്ലാവിധ അഴിമതികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരുക്കത്തിലാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി. മികച്ച യോഗ്യരായവരെ കൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധന നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.
ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.